ഹായ് ഫ്രണ്ട്സ്, എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാൻ വയ്യാതെ എടുത്തൊരു ഓർഡറിൻ്റെ ഒരു കുട്ടി സ്റ്റോറിയാണ് പറയാൻ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ബോക്സസ് ആണെന്ന്. രാവിലെ ഒരു കോൾ വന്നു, ഒരു 10 ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കൂ. ഓക്കെ, റെഡി. അപ്പോൾ ഗിഫ്റ്റ്സ് ലേഡീസിന് വേണ്ടിയിട്ടാണ്, ഗേൾസ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഹെയർ ആക്സസറീസോ അങ്ങനത്തെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽ മതി. ഓക്കെ, നമ്മൾ പിക്സൊക്കെ ഇട്ട് കൊടുത്തു, അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചോദിച്ചു ഇന്നത്തേക്കാണ് ഇത് വേണ്ടുന്നത്. അപ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്, ഇന്ന് വൈകിട്ട് വേണം പാക്കിങ്സ്. ഓക്കെ, ഞാൻ ആകെ ഒന്ന് ബ്ലിങ്കായി. കാരണം എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ബോക്സസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സസ് അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ഓർഡർ കിട്ടിയതിന് ശേഷം അതിനനുസരിച്ചുള്ള ബോക്സസ് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പോയി മേടിക്കാനായിട്ട് എനിക്കവിടെ അടുത്തൊരു ഷോപ്പും അങ്ങനെയൊന്നും തന്നെയില്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഗിഫ്റ്റ് ബോക്സ് വാങ്ങാനുള്ള പലതും നോക്കി നടന്നില്ല. ഗിഫ്റ്റ് ബോക്സ് മേക്ക് ചെയ്യാൻ എഴുതിയിട്ട് പല യൂട്യൂബ് വീഡിയോസും സെർച്ച് ചെയ്ത് മേക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേ പേപ്പറും ബോക്സുകളും കയ്യിലിരുന്ന കാർഡ് ബോർഡ്സൊക്കെ നശിപ്പിച്ചു. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പം എൻ്റെ കുട്ടി ഐഡിയയിൽ തോന്നി ഒരു കൊച്ചു ട്രയാങ്കിൾ ബോക്സ്. അത് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ട്രയാങ്കിൾ ബോക്സ് ഞാനായിട്ട് മേക്ക് ചെയ്ത് എടുത്തതാണ് ഈ ട്രയാങ്കിൾ ബോക്സസ്. ഇതിലേക്ക് ഞാൻ പറഞ്ഞ ആക്സസറീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പുള്ളിക്കാരത്തി പറയുന്നതിന് മുന്നേ എല്ലാം അവിടെ എത്തിക്കാൻ എനിക്ക് പറ്റി. ഇതൊക്കെയാണ് നമ്മൾ ആ ബോക്സസിൽ ഇട്ടിരുന്ന ആക്സസറീസ്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.